മീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ കൊല ചെയ്യപ്പെടുന്നു. വീട്ടിൽ ഒരു മരണം നടന്നാൽ അതിന് അവധിയെടുത്താൽ ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. കാലിന്മേൽ കാല് കയറ്റി വെച്ചാൽ പോലും പണിഷ്മെന്റ് ലഭിക്കും. ടോയ്ലറ്റിൽ പോലും പോവാൻ കഴിയില്ല. അതായത് നിങ്ങൾ എപ്പോഴും എഞ്ചിന്റെ അടുത്താണെന്ന് അല്ലേ? ലോക്കോ പൈലറ്റിന്റെ ക്യാബിനടുത്ത് ഒരു ടോയ്ലറ്റ് പോലുമില്ല. സ്ത്രീകളായ ലോക്കോ പൈലറ്റുമാരുടെ കാര്യമൊന്ന് ചിന്തിച്ചു നോക്കൂ. എഞ്ചിൻ റൂമിൽ AC ഇല്ല, എന്നാൽ ട്രെയിനിൽ AC ഉണ്ട്. അതിനുള്ള സപ്ലൈ ഞങ്ങളാണ് കൊടുക്കുന്നത്. ഇതെന്താ ബ്രത്ത് അനലൈസർ ആണോ? ഇതിൽ ഊതുന്നതോടുകൂടി ജോലി ചെയ്യാൻ റെഡിയാകും. അതായത് ഇപ്പോൾ മുതൽ ജോലിക്ക് പണം ലഭിച്ചു തുടങ്ങും എന്നാണോ? അല്ല, ഡ്യൂട്ടി തുടങ്ങി എന്നർത്ഥം. മീറ്റർ സ്റ്റാർട്ട് ചെയ്തു എന്ന്. നിങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? അമിതമായ ജോലി സമയം. ആവറേജ് ഡ്യൂട്ടി സമയം എത്രയാണ്? 14 മണിക്കൂർ. നിങ്ങൾ 14 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ദിവസം 14 മണിക്കൂർ എന്നാണോ? ഒരു ട്രിപ്പ് 14 മണിക്കൂർ എന്നാണോ? ഒരു ട്രിപ്പിൽ 14 മണിക്കൂർ. അപ്പോൾ നിങ്ങളുടെ 14 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ ആണോ? അതിനുശേഷം എത്ര മണിക്കൂർ ബ്രേക്ക് ലഭിക്കും? 8 മണിക്കൂർ. ആ 8 മണിക്കൂറിന് ശേഷം വീണ്ടും 14 മണിക്കൂർ ജോലി ചെയ്യണം. പിന്നീട് 14 മണിക്കൂർ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചെത്തുന്നതിന്. ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിക്കഴിഞ്ഞ ശേഷം 16 മണിക്കൂർ വിശ്രമം. എങ്ങനെയാണ് നിങ്ങൾക്ക് തുടർന്നു പോകാൻ സാധിക്കുന്നത്? വേറെ മാർഗമൊന്നുമില്ലാത്തതിനാൽ ചെയ്യേണ്ടി വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. 2 ദിവസം, 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഇങ്ങനെ ജോലി ചെയ്യാം. പക്ഷേ മാസങ്ങളോളം എങ്ങനെയാണ് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുന്നത്? മാസങ്ങളല്ല സാർ, വർഷങ്ങളായി ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ബ്രേക്ക് ലഭിക്കും? 4 മാസത്തിൽ 4 പ്രാവശ്യം 30 മണിക്കൂർ ബ്രേക്ക്. ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിക്കഴിഞ്ഞ ശേഷം 16 മണിക്കൂർ. പിന്നെ 4 മാസത്തിൽ 4 പ്രാവശ്യം 30 മണിക്കൂർ. ഒരു വർഷം നിങ്ങൾക്ക് എത്ര അവധി ലഭിക്കും? അവധിയെ ലഭിക്കില്ല സാർ. അവധി എടുത്താൽ പണിഷ്മെന്റ് ഉണ്ടാവും. വീട്ടിലൊരു കല്യാണമോ മരണമോ നടന്നാൽ അതിന് അവധി എടുത്താൽ അവർക്ക് ശിക്ഷ ലഭിക്കും. അവർക്കെതിരെ ചാർജ് ഷീറ്റ് തയ്യാറാക്കും. അതായത് അവധി കിട്ടാൻ വളരെ പ്രയാസമാണ് അല്ലേ? അതെ. റെയിൽവേയുടെ ഹൈപ്പവർ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. റെയിൽവേയും സർക്കാരും ചേർന്ന് 2013 ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടാക്കി. അവരുടെ റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ലോക്കോ പൈലറ്റ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സ്റ്റാഫാണ്. അവർക്ക് വിശ്രമം വളരെ കുറവാണ്. 30 മണിക്കൂർ വിശ്രമം എന്നുള്ളത് വളരെ കുറവാണ്. മിനിമം 40 മണിക്കൂറെങ്കിലും അവർക്ക് വിശ്രമം നൽകിയേ മതിയാവൂ എന്ന്. പ്രധാന പ്രശ്നം പുതിയ ലോക്കോ പൈലറ്റ്മാരെ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതെ സാർ, റിക്രൂട്ടിംഗ് നിയന്ത്രണം വെച്ചിരിക്കുകയാണ് അല്ലേ? ഞങ്ങളെ ശിക്ഷിക്കുന്നതിനുള്ള ഈ HOER നിയമമുണ്ടല്ലോ. HOER എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ HOER എന്ന് പറയുന്നത് ഞങ്ങളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാ ലോക്കോ പൈലറ്റുകളും അതിന്റെ കീഴിൽ വരുമോ? അതെ സാർ. ഇത് എത്ര കഠിനമായ നിയമമാണെന്ന് അറിയാമോ? 8 മണിക്കൂർ 12 മണിക്കൂർ ജോലി ഞങ്ങൾ ക്യാമറ സർവൈലൻസിന്റെ കീഴിലാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് കാലിന്മേൽ കാല് കയറ്റി വെച്ചാൽ പോലും ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. ഒരു ചായ കുടിച്ചാൽ പോലും ശിക്ഷിക്കും. ബാത്റൂമിൽ പോകുന്നതിന് പോലും സമയമില്ല. ബാത്റൂമിൽ പോകുന്നത് 4-5 മണിക്കൂർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങളെ മനുഷ്യരായി കണക്കാക്കുന്നില്ല. നിങ്ങൾ ഒരു മെഷീൻ ആണെന്നാണോ കണക്കാക്കുന്നത്? നിങ്ങൾ എഞ്ചിന്റെ അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എഞ്ചിനാണ് എന്നാണോ കരുതുന്നത്? അതെ സാർ, അങ്ങനെയാണെന്ന് വേണം കണക്കാക്കാൻ. അത് വലിയ പീഡനമാണല്ലോ. അതായത് ലോക്കോവിൽ ടോയ്ലറ്റ് ഇല്ലേ? ടോയ്ലറ്റ് ഇല്ലെന്നല്ല, മൂത്രമൊഴിക്കാൻ പോലുമുള്ള സൗകര്യമില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലേഡി ലോക്കോ പൈലറ്റുമാരുമുണ്ട്. അവർക്കും 8 മണിക്കൂർ തുടർച്ചയായി ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയാതെ ജോലി ചെയ്യേണ്ടി വരുന്നു. ഇതിൽ എന്ത് ലോജിക്കാണുള്ളത്? അതെ, ആകെയുള്ള കാര്യം നിങ്ങൾ എഞ്ചിൻ ഓടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിങ്ങൾ മറന്നേക്കുക. എഞ്ചിൻ ക്യാബിനിൽ AC പോലുമില്ല. അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഈ കഠിനമായി ജോലി ചെയ്യുന്നത് എന്ന് ഓർക്കണം. സാധാരണ മനുഷ്യർക്ക് അരമണിക്കൂർ പോലും എഞ്ചിൻ ക്യാബിനിൽ നിൽക്കാൻ സാധിക്കില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതിൽ ഡിസൈനിങ്ങിൽ 2-3 കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ഏത് കാര്യങ്ങളാണ് സാർ? ഒന്നാമത്തേത്, ഈ എഞ്ചിനുകളെല്ലാം ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലുള്ളത് ആണ്. ഇന്ത്യയിലെ പോലെ അമിതമായ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല. പുറത്ത് 45 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഉള്ളിൽ അതിലും 6 മുതൽ 8 വരെ ഡിഗ്രി കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ ഇതുപോലെ കൂടുതലായിരിക്കുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് പോലും ബുദ്ധിമുട്ടുണ്ടാവും. ട്രെയിനിനുള്ളിൽ AC ഉണ്ട്, ട്രെയിനിൽ AC ഉണ്ട്. അതിനുള്ള സപ്ലൈ കൊടുക്കുന്നത് ഞങ്ങളാണ്. എഞ്ചിൻ മുറിക്കുള്ളിൽ ഒരു ചെറിയ AC വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ? അതെ, ഈ ലോക്കോ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവരും AC ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത്. വളരെ മണിക്കൂർ മൂത്രമൊഴിക്കാതിരിക്കുമ്പോൾ തന്നെ
അതിൽ നിന്ന് തന്നെ പല പല രോഗങ്ങൾ ഉണ്ടാവും. നേരത്തെ ഇത്രമാത്രം ഫീമെയിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെയേറെ ഫീമെയിൽ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവർക്കും വളരെ പ്രശ്നങ്ങളാണ്. മൂത്രമൊഴിക്കാൻ പോലും പറ്റാതെ, ഡ്രൈവർക്ക് AC-യും ടോയ്ലറ്റ് സൗകര്യങ്ങളും നൽകിയില്ലെങ്കിൽ അതിനാൽ തന്നെ വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെ സാർ, 4 രാത്രി തുടർച്ചയായ ഡ്യൂട്ടി. അതായത് നിങ്ങൾ റെയിൽവേയുടെ അഗ്നിവീർ ആണ്. അതെ സാർ, അഗ്നിവീർ. നിങ്ങൾ റെയിൽവേയുടെ വെറും കൂലിക്കാർ ആണല്ലേ? അതെ സാർ. ഓരോ വർഷവും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 200-300 പേർ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോകും. അവർ ലോക്കോ ഓടിച്ചോടിച്ച് ആരോഗ്യസ്ഥിതി മോശമാകുന്നതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഞങ്ങൾക്ക് വിശ്രമം നൽകുന്നതിനെ കുറിച്ച് ആർക്കും ഒരു വേവലാതിയുമില്ല. ഞങ്ങളുടെ സോഷ്യൽ ലൈഫിന് ആരും പരിഗണന നൽകുന്നില്ല. ഞങ്ങളുടെ ആരോഗ്യത്തിന് ആരും മുൻഗണന നൽകുന്നില്ല. ഇങ്ങനെയുള്ള ഞങ്ങളുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്ക് ഒരു വിലയുമില്ല. ഞാൻ പാർലമെന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാർ, മനുഷ്യരെ പോലെ ഞങ്ങളുടെയും ഡ്യൂട്ടി 8 മണിക്കൂർ 9 മണിക്കൂർ ആക്കി പരിമിതപ്പെടുത്തുക. രണ്ടാമത്തേത്, ഞങ്ങൾ ഓടിക്കുന്ന എഞ്ചിൻ കമ്പാർട്ട്മെന്റ് ഒരു മനുഷ്യന് ഇരുന്ന് ജോലി ചെയ്യാനുള്ള രീതിയിലാക്കുക. 55-56 ഡിഗ്രിയിൽ ഞങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുക? അതുപോലെ ഞങ്ങളുടെ DA ഇതുവരെ നൽകിയിട്ടില്ല. പകൽ ജോലി ചെയ്തതിനു ശേഷം നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുക. 2 നൈറ്റുകളിൽ കൂടുതൽ ജോലി തുടർച്ചയായി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവരുത്. ട്രെയിൻ ഓടിക്കുന്ന ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് ഒരു പരിഗണന, മറ്റു ജോലിക്കാർക്ക് മറ്റൊരു പരിഗണന, അല്ലേ? റെയിൽവേ ബജറ്റിന്റെ നേട്ടം അവർക്ക് ലഭിക്കുന്നു, നിങ്ങൾക്ക് ഒരു നേട്ടവും ലഭിക്കുന്നില്ല. ട്രെയിൻ ഓടിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ഇത് പ്രൈവറ്റൈസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ? അങ്ങനെ സംഭവിക്കാം. ഞങ്ങളുടെ ജോലി സുരക്ഷിതമല്ല. ഈ പ്രശ്നത്തിൽ ഞങ്ങൾ നിരന്തരം സമരം ചെയ്തു. എന്നാൽ ആ സമരത്തെ അടിച്ചമർത്താനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. ഓക്കെ, നിങ്ങളെ കാണാൻ ആയതിൽ വളരെ സന്തോഷം.